അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ് SCERT അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ 9ാമത്തെ ചാപ്റ്ററായ കോശങ്ങളും കോശജാലങ്ങളുമാണ്. അപ്പോൾ 17ാം നൂറ്റാണ്ടിലെ ഒരു സംഭവം നമ്മളോട് പറയുകയാണ്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തന്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷണത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ ഒന്നല്ല 1000 എണ്ണം അറകൾ എന്ന അർത്ഥത്തിൽ അവയെ അദ്ദേഹം സെല്ലുകൾ എന്ന് വിളിച്ചു, അഥവാ കോശങ്ങൾ, സെല്ലുലെ എന്ന് ശരിക്കും വിളിച്ചത്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഈ റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ മൈക്രോസ്കോപ്പിലൂടെ ഈ കോർക്ക് അറിയാമല്ലോ, നമ്മൾ ഈ വൈൻ കുപ്പികളും അല്ലാത്ത ഈ ജ്യൂസ് കുപ്പികളും ഒക്കെ അടയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ, ഈ ഒരു നേർത്ത തടിയുടെ ഒരു ചെറിയ തടി കഷ്ണം അല്ലേ. അപ്പോൾ ആ സാധനമാണ് കേട്ടോ. അതിന്റെ ചെറിയൊരു ഒരു പാളി അദ്ദേഹം ഇങ്ങനെ ചെത്തിയെടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണ്? അറകൾ പോലെ തോന്നിക്കുന്ന ഭാഗങ്ങളാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ ചെറിയ മുറികൾ എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. അതാണ് സെല്ലുകൾ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് ഹുക്ക് എന്നാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ ആന്റോവാൻ ലീവൻഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹം ആ ജീവികളെ വിളിച്ചത് ആനിമൽക്യൂൾസ് എന്നാണ് കേട്ടോ, ലീവൻഹോക്ക്. അപ്പോൾ ഒരുപാട് സൂക്ഷ്മജീവികൾ ജലത്തിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഈ കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് എന്ത്? കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ ബയോളജിയിൽ കോശവിജ്ഞാന മേഖലയിൽ പ്രധാന കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം. 1838 മാത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി കേട്ടോ. 1838 മാത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ അഥവാ MJ ഷ്ലീഡൻ എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1839 തിയോഡർ ഷ്വാൻ എന്ന സയന്റിസ്റ്റ്, തിയോഡർ ഷ്വാൻ എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1855 റുഡോൾഫ് വിർഷോ എന്ന സയന്റിസ്റ്റ് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയവും അവതരിപ്പിച്ചു. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണ ഫലങ്ങൾ എല്ലാം സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോശവിജ്ഞാനീയത്തിന്റെ, സെൽ ബയോളജിയുടെ അടിസ്ഥാന സിദ്ധാന്തമാണ്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം, സെല്ലുകൾ. മുമ്പ് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൽ തിയറിലെ 3 പോസ്റ്റുലേറ്റുകൾ. എല്ലാ ജീവജാലങ്ങളും കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആശയം തെളിയിക്കുന്ന നിരീക്ഷണങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ സൂക്ഷ്മങ്ങളായ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധ തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്നത് അതിലെ ലെൻസുകളാണ്. മതിയായ പ്രകാശത്തിൽ മനുഷ്യ നേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള 2 ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഈ ദൂരമാണ് കണ്ണിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണാൻ ലെൻസ് ആവശ്യമാണ്. ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 10 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാം. എന്നാൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാകട്ടെ വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ ആകും. അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും നമുക്കിവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റൊരു ലെൻസേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരു മാഗ്നിഫിക്കേഷൻ, സിമ്പിളായിട്ടൊരു മാഗ്നിഫിക്കേഷൻ ചെയ്യുന്നതേ ഉള്ളൂ ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ. അതേസമയം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലോ പലതരത്തിലുള്ള പല പവറുള്ള ലെൻസുകൾ, പല പവറുകൾ ഉള്ള ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒരു സാമ്പിള് നോക്കുന്നത്.
അപ്പോൾ മൈക്രോസ്കോപ്പിൽ എവിടെയാണ് സ്ലൈഡ് വെക്കുന്നത്? സ്ലൈഡ് അറിയാമല്ലോ അല്ലേ? നമുക്ക് കാണേണ്ട സാധനം സ്പെസിമെനെ ഈ സ്ലൈഡിൽ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ചെറിയ തട്ട് പോലൊരു ഭാഗമുണ്ട്, സ്റ്റേജ് എന്ന് പറയും അല്ലേ? അതിലേക്കാണ് കയറ്റി വെക്കുന്നത്. അപ്പോൾ ഈ സ്ലൈഡിലേക്ക് പ്രകാശം വരാൻ നമ്മളെ സഹായിക്കുന്നത് ഇവിടെ താഴെ കണ്ടൻസർ എന്നൊരു ഭാഗമുണ്ട്. പ്രകാശത്തെ കേന്ദ്രീകരിച്ച് ഒരു ബിന്ദുവിലേക്ക് കയറ്റി വിടുന്ന ഭാഗമാണ്. അതുമാത്രമല്ല, ഒരു കണ്ണാടി കൂടെ കാണും. ഒരു കോൺകേവ് മിററാണ്. കാരണം എന്തിനാണ്? ഈ പ്രകാശത്തെ കേന്ദ്രീകരിച്ച് ആ ഒരു ബിന്ദുവിലേക്ക് വിടാൻ വേണ്ടിയുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ പലതരത്തില് പല ലെൻസുകളുണ്ട് കേട്ടോ. പല പവറുള്ള ലെൻസുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്ര മാഗ്നിഫിക്കേഷനിലാണ് കാണേണ്ടത് എന്നനുസരിച്ച് മാറ്റി മാറ്റി കൊടുക്കാം. പിന്നെന്താണ്? ഇവിടെ നോബുകളുണ്ട്. ഈ വട്ടം വട്ടം കാണുന്നത് നോബുകളാണ്. കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബുകൾ. അപ്പോൾ ഈ വലുതെന്ന് പറഞ്ഞാൽ കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബും ഈ ചെറിയ നോബ് കാണുന്നത് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബുമാണ്. പിന്നെ ഇത് ബോഡി ട്യൂബ് എന്ന് പറയും ഈ ഒരു ഭാഗം. പിന്നെ എന്താണ്? മുകൾ ഭാഗത്ത് ഐ പീസ്. നമ്മൾ കണ്ണുകൾ എവിടെയാണ് വെക്കുന്നത് ആ ഭാഗമാണ് ഐ പീസ്. അപ്പോൾ ഈ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവാണ് അതിന്റെ ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ. നിരീക്ഷണ വസ്തുവിനെ ഐ പീസ് 10x അല്ലെങ്കിൽ 10 ഇരട്ടി വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് 40x 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് 400x ആയിരിക്കും കേട്ടോ. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 400x ആയിരിക്കും അതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ അഥവാ ആവർത്തന ശേഷി. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അതില് പ്രകാശമാണ് നമ്മൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ? പ്രകാശം ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ സാമ്പിളൊക്കെ ഒബ്സർവ് ചെയ്യുന്നത്. അതേസമയം മറ്റൊരു മൈക്രോസ്കോപ്പ് ഉണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലി അഥവാ ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇന്ന് ഉപയോഗത്തിലുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്ക, മാക്സിനോൾ എന്നീ ശാസ്ത്രജ്ഞരാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വിഭിന്നമായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാനായി ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള ഇലക്ട്രോ മൈക്രോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തെ വ്യത്യാസം എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മുടെ സാധാരണ പ്രകാശം തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ? പ്രകാശത്തിന്റെ ആവശ്യകതയുണ്ട്. പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ അവിടെ പ്രകാശത്തിന്റെ ആവശ്യകതയില്ല, ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത്. ആവർത്തന ശേഷിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ അപേക്ഷിച്ച് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് മാഗ്നിഫിക്കേഷൻ കുറവായിരിക്കും. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് വളരെയധികം കൂടുതലാണ്. ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പല പവറുള്ള ഗ്ലാസ് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാകട്ടെ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യാനും പ്രതിബിംബം വലുതാക്കാനും ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വിവിധ മൈക്രോസ്കോപ്പുകളിലൂടെ എത്ര വലിപ്പം വരെയുള്ള സൂക്ഷ്മ വസ്തുക്കൾ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും? അപ്പോൾ ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സാധാരണ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന ജീവികളാണ് പാരമീസിയം, ഓവം, സസ്യകോശം, ജന്തുകോശം, RBC, ഈസ്റ്റ്, ബാക്ടീരിയം, മൈറ്റോകോൺട്രിയ, വൈറസ് കാണത്തില്ല കേട്ടോ. നമ്മുടെ മൈറ്റോകോൺട്രിയ, ബാക്ടീരിയം വരെ ആ ഒരു റേഞ്ച് കാണും. അതായത് ഒരു 100 നാനോമീറ്റർ മുതൽ ഒരു 110 മൈക്രോമീറ്റർ വരെ ഒക്കെയുള്ള വിഷൻ നമുക്ക് കാണും. പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാവട്ടെ ആറ്റം വരെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? 0.1 നാനോമീറ്റർ DNA,
പിന്നെന്താണ് പ്രോട്ടീന്, ആറ്റം, വൈറസ്, ഇതിനെയൊക്കെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ കോശങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ജീവജാലങ്ങളുടെ ശരീരത്തിൽ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കോശങ്ങളും ഉണ്ടെന്ന് നമുക്ക് അറിയാം. ഈ കോശങ്ങളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ അതോ ഒത്തുചേർന്നാണോ പല ധർമ്മങ്ങളും നിർവഹിക്കുന്നത്? എല്ലാം ഒരുമിച്ചിരുന്നിട്ടാണ് അല്ലേ, ഒറ്റയായിട്ടല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കോശങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ ഒരു സസ്യകോശത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സസ്യകോശവും നമ്മുടെ ജന്തുകോശവും തമ്മിൽ ആദ്യമേ ഡിഫറൻസ് വരുന്നത്, വ്യത്യാസം വരുന്നത് എന്താണ്? സസ്യകോശങ്ങളിൽ ഒരു ഭിത്തിയുണ്ട്, കോശഭിത്തിയുണ്ട്. സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോശഭിത്തിയാണ്. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. മാത്രമല്ല സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കോശഭിത്തി നമുക്ക് കാണുകയില്ല, മൃഗങ്ങൾക്ക് കാണത്തില്ല, ആൽഗെ അല്ലെ, പായലുകൾക്കുണ്ട്, പിന്നെന്താണ് നമ്മുടെ ഈ ചെടികൾക്കും ഉണ്ട്. അപ്പോ കോശസ്തരം എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ, അതും നമുക്ക് ജന്തുകോശങ്ങൾക്കും സസ്യകോശങ്ങൾക്കും ഉണ്ട്. കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മ സ്തരം വരണധാര്യ സ്തരം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഈ കോശസ്തരം എന്ന് പറയുന്നത് പല വസ്തുക്കളെ അകത്തോട്ടും പുറത്തോട്ടും കയറ്റിവിടുന്ന ഒരു സ്തരമാണ്. അപ്പൊ എല്ലാ വസ്തുക്കളെയും അങ്ങ് ഇത് കടത്തി വിടുകയില്ല. ആ കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ അല്ലെങ്കിൽ കോശത്തിൽ നിന്ന് പുറന്തള്ളേണ്ട വസ്തുക്കൾ, ഉദാഹരണത്തിന് കോശത്തിലേക്ക് എന്തൊക്കെ ആവശ്യം വരും? ന്യൂട്രിയൻസ് ആവശ്യം വരും അല്ലെ, പിന്നെ ഓക്സിജന്, ജലം ഒക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉള്ള ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും. പിന്നെന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം പുറന്തള്ളണം. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടത്തിവിടും. അതുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നും കൂടെ ഇതിനൊരു പേരുണ്ട്. സെലക്ട് ചെയ്ത് കടത്തിവിടുക അല്ലെ, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ. പകുതി വസ്തുക്കൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ, എല്ലാ വസ്തുക്കളെയും കടത്തിവിടുക. അപ്പോൾ ഈ കോശസ്തരത്തിന്റെ നിർമ്മിതി എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ. അപ്പൊ ലിപ്പിഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇരട്ട പാളിയാണ് കേട്ടോ, ഡബിൾ ലിപ്പിഡ് മെംബ്രെയിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിപ്പിഡ് ഇരട്ട പാളി. ലിപ്പിഡ് എന്താണ്? കൊഴുപ്പാണ് കേട്ടോ. അതിനിടയ്ക്ക് എന്താണ്? പ്രോട്ടീൻ തന്മാത്രകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രോട്ടീൻ തന്മാത്രകൾ. അപ്പൊ ഈ പ്രോട്ടീൻ തന്മാത്രകളിൽ ചിലതിൽ കണ്ടോ ഗ്യാപ്പുകളുണ്ട്. അപ്പൊ അതുവഴി കോശത്തിന്റെ വെളിയിൽ നിന്നും അകത്തു നിന്നും പ്രവേശനവും എക്സിറ്റും സാധ്യമാകും. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസമാണ്. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം. അപ്പോൾ ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ഉൾപ്പെടെ കോശത്തിനുള്ളിലെ എല്ലാ സാധനങ്ങളും അല്ലെ, എല്ലാ ഓർഗനലൈസ് എന്നും പറയും അല്ലെ, നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, പിന്നെന്താണ് ഗോൾഗി അപ്പാരറ്റസ്, റൈബോസോം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും, ഈ പ്രോട്ടോപ്ലാസത്തിൽ ഉൾപ്പെടും. അതേസമയം കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്താണ്? കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകം. ഇത് എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് സൈറ്റോപ്ലാസം. ഇനി നമുക്ക് കോശത്തിനുള്ളിലെ അംഗങ്ങളെ കുറിച്ച് നോക്കാം. സെൽ ഓർഗനലൈസ്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിന് നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ. പ്രധാന കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിൻ ജാലികൾ. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായി മാറുന്നു. മർമ്മത്തിനുള്ളിൽ മർമ്മകം അഥവാ ന്യൂക്ലിയോലസ് എന്ന ഭാഗമുണ്ട്. അപ്പൊ കോശത്തിനുള്ളിൽ എന്താണ്? മർമ്മകം അഥവാ ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. മാത്രമല്ല ക്രൊമാറ്റിൻ ജാലികകളുണ്ട് കേട്ടോ. ക്രോമസോം ആയി മാറുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലികൾ. അപ്പോൾ ഗോൾഗി വസ്തുക്കൾ അടുത്ത നമ്മുടെ കോശാംഗം ഗോൾഗി വസ്തുക്കൾ അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ്. അതെന്താണ്?
ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി അപ്പാരറ്റസ്. പ്രോട്ടീനും ലിപ്പിഡും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ് കേട്ടോ. പാക്കേജിംഗ് ആണ് അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷന്. ലിപ്പിഡുകളും പ്രോട്ടീനുകളും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് പാക്കിംഗ് ചെയ്ത് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പുറത്തേക്കും അയക്കുന്നതാണ് കോശാംഗങ്ങൾ കേട്ടോ. അപ്പോ അന്തർദ്രവ്യ ജാലിക അതെന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് എന്താണ്? കോശത്തിന്റെ ഉള്ളിൽ കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിവ. കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ ആണ് വരുന്നത് അല്ലേ. സംവഹന പാതകളാണ്. കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമുക്ക് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും തരംതിരിക്കാൻ പറ്റും. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? പരുക്കൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് പരിവരുത്തതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം? അവിടെ റൈബോസോം എന്ന ഓർഗനലിലെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പറ്റിയിരിക്കുകയാണെങ്കിൽ അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. അതേസമയം ഈ റൈബോസോം ഇല്ലെങ്കിൽ അതിനൊരു സ്മൂത്ത് അപ്പിയറൻസ് ആയിരിക്കും, സ്മൂത്ത് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. അടുത്തതായി നമുക്ക് പറയാനുള്ളത് മൈറ്റോകോൺട്രിയയെ കുറിച്ചാണ് കേട്ടോ. മൈറ്റോകോൺട്രിയ. അപ്പോൾ മൈറ്റോകോൺട്രിയ എന്താണ്? കോശത്തിലെ ഊർജ ഉൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ. ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയാണ്. അതുകൊണ്ട് തന്നെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയയാണ്. അപ്പോ ജൈവകണങ്ങൾ അല്ലേ, ജൈവകണങ്ങൾ പ്ലാസ്റ്റിഡ്സ് ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ജൈവകണങ്ങൾ. വിവിധ തരം ജൈവകണങ്ങൾ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഏതൊക്കെയാണ് ഈ വിവിധ തരം ജൈവകണങ്ങൾ? ഹരിതകണങ്ങൾ. ആദ്യമായിട്ടുള്ളത് ഹരിതകണങ്ങളാണ്, അഥവാ ക്ലോറോപ്ലാസ്റ്റ്. ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് എന്ത്? ഈ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണങ്ങൾ. അപ്പൊ ഇവയില് ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട്, ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ വർണ്ണകണങ്ങൾ എന്താണ്? ക്രോമോപ്ലാസ്റ്റ് എന്താണ്? പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവ കണങ്ങളാണ് ക്രോമോപ്ലാസ്റ്റുകൾ. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളുണ്ട്. ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു. ശ്വേതകണങ്ങൾ എന്താണ്? ശ്വേതകണങ്ങൾ ല്യൂക്കോപ്ലാസ്റ്റുകൾ. വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണിവ. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ് കേട്ടോ. അപ്പൊ ശ്വേതകണങ്ങളുടെ ഒരു ഫംഗ്ഷൻ എന്താണ്? സ്റ്റോറേജ് ആണ്. കാർബോഹൈഡ്രേറ്റ്, അന്നജം, എണ്ണ, ലിപ്പിഡ്സ്, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ഈ ശ്വേതകണങ്ങളിലാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാക്യൂൾ എന്ന ഭാഗമാണ്. വാക്യൂൾ അതായത് ഈ ഒരു ഭാഗമാണ് വാക്യൂൾ. കണ്ടോ, ഈ വലിയ ഭാഗം. അപ്പൊ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാക്യൂള് ജലം, പോഷകങ്ങള്, മാലിന്യം എന്നിവ സംഭരിച്ചു വെക്കുന്ന ഭാഗങ്ങളാണ് വാക്യൂള്. അപ്പോ റൈബോസോം നമ്മളിപ്പോ പറഞ്ഞായിരുന്നു അല്ലെ. റൈബോസോം എവിടെയാണ് കാണപ്പെടുന്നത്? കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ കാണപ്പെടുന്നു. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു കോശഭാഗത്തിന്റെ മോഡൽ അത് കുട്ടികൾക്കുള്ള ഒരു ആക്ടിവിറ്റി കേട്ടോ. അപ്പോ റൈബോസോം എന്താണ്? പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നതാണ് ഈ റൈബോസോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സസ്യകലകള്. അപ്പോൾ നമ്മളൊരു സസ്യത്തിന്റെ ക്രോസ് സെക്ഷന്, ഇതൊരു ക്രോസ് സെക്ഷൻ ആണ്. ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ സസ്യകലയുടെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ
സെല്ലുകൾ കാണാൻ സാധിക്കും. ഏറ്റവും വെളിയിൽ എപ്പിഡെർമിസ് എന്ന ഭാഗമാണ് വരുന്നത് കേട്ടോ. ഏറ്റവും വെളിയിൽ വരുന്ന കോശങ്ങളാണ് എപ്പിഡെർമൽ ലെയർ, അല്ല എങ്കിൽ എപ്പിഡെർമിസ് എന്ന് പറയും. അപ്പോൾ ഈ ലെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ, സംരക്ഷണം കൊടുക്കുക എന്നാണ്. അപ്പോൾ ഈ എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് വരുന്ന ലെയറാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയും കേട്ടോ. അത് കോളൻ കൈമ കോശങ്ങൾ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം കോളൻ കൈമ കോശങ്ങളായിരിക്കാം. അപ്പോൾ കോളൻ കൈമ കോശങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെന്താണ്, കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് ഹൈപ്പോഡെർമിസിന് താഴെയായിട്ട് വരും. അപ്പോൾ ഈ കോർട്ടക്സ് നിർമ്മിച്ചിരിക്കുന്നത് പാരൻകൈമ കോശങ്ങൾ കൊണ്ടാണ് കേട്ടോ. പാരൻകൈമ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന എന്ത് കോശങ്ങളാണെന്നറിയോ? ഇത് കണ്ടോ, ഒരു ഭിത്തി ഉണ്ടല്ലേ. അപ്പോൾ ഈ കോശങ്ങൾ സ്ക്ലീറൻ കൈമ കോശങ്ങളാണ്. സ്ക്ലീറൻ കൈമ കോശങ്ങൾ. അപ്പോൾ നല്ല കട്ടിയുള്ള കോശങ്ങളാണിത്. ജീവനില്ല ഇവയ്ക്ക്. നമ്മുടെ തേങ്ങയുടെ ഒക്കെ ചിരട്ടയില്ലേ, ചിരട്ട, അതൊക്കെ ഈ സ്ക്ലീറൻ കൈമ കോശങ്ങളാണ്. അപ്പോൾ യൂണിഫോം തിക്കൻഡ് വോൾസ് ആണ് ഈ കോശങ്ങൾക്കുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ ചെറിയ കോശഭിത്തിയോട് കൂടിയ കോശങ്ങൾ പാരൻകൈമ സെല്ലുകളാണ്. അപ്പോൾ ഇത് സ്റ്റോറേജിനും സഹായിക്കുന്നുണ്ട്. മറ്റ് പല മെറ്റാബോളിക് ഫങ്ഷൻസിനും നമ്മുടെ ഈ പാരൻകൈമ സെല്ലുകൾ സഹായിക്കും. അപ്പോൾ കുറച്ച് തിക്കനിങ് ഉള്ളത് കണ്ടോ, ബോർഡറിൽ കുറച്ച് തിക്കനിങ് ഉള്ള ഈ കോശങ്ങൾ കോളൻ കൈമ സെല്ലുകളാണ്. അപ്പൊ ഈ കോളൻ കൈമ സെല്ലുകൾ ഈ ചെടിയുടെ കമ്പിന് ഒരു സപ്പോർട്ടിനായിട്ട് സഹായിക്കുന്നവയാണ്. അതേസമയം ഈ ഒരു കോശങ്ങൾ ഭയങ്കര കട്ടിയുള്ള സെൽവോളോട് കൂടിയ ഈ കോശങ്ങൾ, സ്ക്ലീറൻ കൈമ കോശങ്ങൾ, അത് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഭാഗമാണ് ചെടിക്ക്. ഓക്കെ. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താണ്, വാസ്കുലാർ ബണ്ടിലുകളാണ് വരുന്നത്. സൈലവും ഫ്ലോയും ഒക്കെ വരും. അപ്പോൾ സൈലം എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നു, സൈലം. അതേസമയം ഫ്ലോയോ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് പലതരം കോശങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. പാരൻകൈമ കോശങ്ങൾ, ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവയാണ് പാരൻകൈമ കോശങ്ങൾ. കനം കുറഞ്ഞ കോശഭിത്തിയാണ്. കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. ഇടയ്ക്ക് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം നടത്തുമെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ക്ലോറോഫില്ല് ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രകാശ സംശ്ലേഷണത്തിന് സാധിക്കുന്നത്. ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ, ഡിവിഷന് കഴിവുണ്ട്. കോളൻ കൈമ എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ ടൈപ്പ്, എങ്ങനെയുള്ള കോശങ്ങളാണ്? ജീവനുള്ള കോശങ്ങൾ തന്നെയാണ് കോളൻ കൈമയിൽ. സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമാണ് കോളൻ കൈമയുടെ കോശഭിത്തി. കോശഭിത്തിയുടെ ചില ഭാഗങ്ങൾ മാത്രം കട്ടി കൂടുതലായിരിക്കും. സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നതും കോളൻ കൈമ തന്നെയാണ്. സ്ക്ലീറൻ കൈമയാണല്ലോ നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കലയാണ് കേട്ടോ സ്ക്ലീറൻ കൈമ. അത് മാത്രമല്ല കട്ടി കൂടിയ കോശഭിത്തിയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗവും ഒരുപോലെ കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നു നമ്മുടെ സ്ക്ലീറൻ കൈമ. ഒരേ തരത്തിലുള്ള കോശങ്ങളാണ് ഇവിടെ എല്ലാം അല്ലെ. ഈ പാരൻ കൈമയിലും കോളൻ കൈമയിലും സ്ക്ലീറൻ കൈമയിലും എല്ലാം ഒരേ തരത്തിലുള്ള കോശങ്ങൾ മാത്രമാണ്. അത് മാത്രമല്ല ലളിതമായ നിർമ്മിതികളാണ് അല്ലെ, ലളിത കലകളാണ്. അതുകൊണ്ട് ഇത് സിമ്പിൾ ടിഷ്യൂസ് എന്നറിയപ്പെടുന്നു കേട്ടോ. സിമ്പിൾ ടിഷ്യൂസ്, പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ തുടങ്ങിയവ സിമ്പിൾ ടിഷ്യൂസ് ആണ്. അതേസമയം വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലവും ഫ്ലോയവും. അതുകൊണ്ട് ഇവയെ സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നു, അഥവാ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നു. ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം കലകളാണ്. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മെരിസ്റ്റമാറ്റിക് കലകൾ എന്താണെന്ന് നോക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് മെരിസ്റ്റമാറ്റിക് കലകൾ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമാറ്റിക് കോശങ്ങളാണ്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് കോശങ്ങൾ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്? ചെടികൾ
എപ്പോഴും എങ്ങനെയായിരിക്കും വളരുന്നത്? അതിന്റെ വേര് ഭാഗം വളരും അല്ലെ? വേരിന് തുമ്പ് വളരും, അഗ്രഭാഗം വളരും. പിന്നെന്താണ്? സൈഡിലേക്ക് വീതി കൂടും, പാർശ്വമെരിസ്റ്റം. അപ്പൊ വേരിന്റെയും കാണ്ഡത്തിന്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം, തുമ്പത്ത് കാണുന്നത് കേട്ടോ. വശങ്ങളിൽ കാണപ്പെടുന്നത് പാർശ്വമെരിസ്റ്റം അഥവാ ലാട്രൽ മെരിസ്റ്റം എന്ന് വിളിക്കും. ഏകബീജ സസ്യങ്ങളിൽ 2 പർവ്വം നോഡുകൾക്കിടയിൽ കാണുന്നതാണ് മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം അഥവാ ഇന്റർകാലറി മെരിസ്റ്റം കേട്ടോ. 2 നോഡുകള്. അപ്പോ കണ്ടില്ലേ, ഈ ഒരു ഇലയുടെയും ഈ ഒരു ഇലയുടെയും ഇടകളിലായിട്ട് കാണുന്ന അല്ലെ, അതാണ് ഇന്റർകാലറി മെരിസ്റ്റം അഥവാ പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. പാർശ്വമെരിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീതി കൂടാൻ കാരണമായ മെരിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ മുള പോലുള്ള സസ്യങ്ങളിൽ കാണ്ഡം വണ്ണം വയ്ക്കില്ല. കാരണം എന്താണ്? അതില് ഈ ലാട്രൽ മെരിസ്റ്റം കുറവായിരിക്കും. അതുകൊണ്ടാണ്. ഒരു നിശ്ചിത വണ്ണം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്താണ് കൂടുതൽ വണ്ണം വെച്ച് പോകത്തില്ല. വിഭജന ശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങള് സ്ഥിരകല അഥവാ പെർമനന്റ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നു. പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം എന്നിവ സ്ഥിരകലകൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. വിഭജനശേഷി നഷ്ടപ്പെടും ഈ കോശ സമൂഹങ്ങൾക്ക്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ജന്തുകോശമാണ് നോക്കാനുള്ളത്. ജന്തു ശരീരവും വിവിധ ഇനം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ജന്തുകോശങ്ങളിലെ കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഇവിടെ എന്താണ് ഒരു പ്രത്യേകത? കോശഭിത്തി ഇല്ല അല്ലേ? കോശഭിത്തി ഇല്ല, പക്ഷെ കോശസ്തരം ഉണ്ട്. അപ്പോ സസ്യകോശങ്ങളിൽ കാണപ്പെടാത്തതും ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതുമായ ചില കോശാംഗങ്ങളുണ്ട്. അതുപോലെ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നതും ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതുമായ ചില കോശാംഗങ്ങളും ഉണ്ട്. സെൻട്രോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഭാഗമാണ് കേട്ടോ. സെൻട്രോസോം കോശ വിഭജനത്തില് മുഖ്യ പങ്ക് വഹിക്കുന്ന ആണ് സെൻട്രോസോം. സസ്യകോശങ്ങളിൽ സെൻട്രോസോം അങ്ങനെ കാണാറില്ല. അതേപോലെ കോശഭിത്തി സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നു. കോശത്തിന് ആകൃതിയും സംരക്ഷണവും നൽകുന്നു. ജന്തുകോശങ്ങളിൽ സസ്യഭിത്തി കാണാറില്ല. കോശഭിത്തി കാണപ്പെടുന്നില്ല. അടുത്തത് ഹരിതകണം, ക്ലോറോപ്ലാസ്റ്റ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനല്ലെയാണ് ക്ലോറോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്നു. ജന്തുകോശങ്ങളിൽ ഹരിതകണം കാണപ്പെടുന്നില്ല. പിന്നെ വലിയ വാക്യൂള്. സസ്യകോശങ്ങളിൽ വലിയ കേന്ദ്രവാക്യൂളാണ് കാണപ്പെടുന്നത്. ഇത് ജലവും പോഷകങ്ങളും സംഭരിക്കുകയും കോശത്തിന് താങ്ങ് നൽകുകയും ചെയ്യുന്നു. ജന്തുകോശങ്ങളിൽ ചെറിയ വാക്യൂളുകൾ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ജന്തുകലകൾ നമുക്ക് ഇനി നോക്കാം. ആവരണകല, എപ്പിഡെർമിസ് തന്നെ വരും കേട്ടോ. അപ്പൊ ശരീരത്തിന്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. വിവിധ പദാർത്ഥങ്ങളുടെ ആകിരണത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം പോലെയുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേട്ടോ. മ്യൂക്കസ് ആണ് ശ്ലേഷ്മം, കഫമൊക്കെ വരുന്നത്. അപ്പൊ ആവരണകല, നമ്മുടെ ത്വക്ക് ഒരു ആവരണകലയാണ് അല്ലെ? നമ്മുടെ കവിൾ കോശങ്ങള്, കവിളിന്റെ ഭിത്തിയിലെ കോശങ്ങളൊക്കെ ആവരണകലയാണ്. പിന്നെന്താണ്? സംയോജക കല. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു. വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതാണ് സംയോജക കല. അപ്പൊ ഉദാഹരണം എന്തൊക്കെയാണ്? അസ്ഥി, രക്തം, നാരുകലകൾ, ടെൻഡൻസ് ഒക്കെ സംയോജക കലകളാണ്. പിന്നെന്താണ് വരുന്നത്? പേശികലയാണ് അല്ലെ? ശരീര ചലനത്തെ സഹായിക്കുന്നു. പേശികല സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. ഈ മസിലുകൾ തന്നെ നമുക്ക് സ്മൂത്ത് മസില് അല്ലെ, സ്ട്രയറ്റഡ് മസില്, പിന്നെന്താണ് കാർഡിയാക് മസിൽ എന്ന് തരംതിരിക്കാം. കാർഡിയാക് മസിൽ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, ഹൃദയത്തിലെ മസിലാണ്. സ്ട്രയറ്റഡ് മസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകളും കാലുകളും ഒക്കെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന മസിലാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിലുകൾ. പിന്നെന്താണ് ഒരു മസില്? സ്മൂത്ത് മസില്.
അത് നമ്മുടെ അവയവങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന മസിലാണ് കേട്ടോ. അപ്പോൾ നാഡീകലകൾ സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു നാഡീകലകൾ. അപ്പോൾ നമ്മുടെ ജന്തു ശരീരത്തിലെ പലതരം കലകളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് വിത്തുകോശമാണ് നോക്കാനുള്ളത് കേട്ടോ. വിത്തുകോശങ്ങൾ. അപ്പൊ വിത്തുകോശം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് തരം കോശം വേണമെങ്കിലും ആവാൻ സാധിക്കുന്ന കോശങ്ങളാണ് വിത്തുകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ്. പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത് അഥവാ സ്റ്റെം സെൽസ്. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ അവയെ ശരീരത്തിലെ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നു കേട്ടോ. ശരീരത്തിലെ മാസ്റ്റർ കോശങ്ങൾ എന്നറിയപ്പെടുന്നത് വിത്തുകോശങ്ങളാണ് അഥവാ സ്റ്റെം സെൽസ് ആണ്. ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്തുകോശങ്ങൾ സഹായിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്തുകോശത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഒരുപാട് ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ജീവജാലങ്ങളിൽ ഒരുപാട് സാമ്യതകളും ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്യത എന്താണ്? എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്നുള്ളതാണ്. അപ്പോൾ ജീവജാലങ്ങളിലെ ഈ പൊതു സവിശേഷതകൾ നമ്മെ നയിക്കുന്നത് ഏതറിവിലോട്ടാണ്? ജീവന്റെ അടിസ്ഥാനം ഒന്നാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്.